ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു മലയാളം മൂവിയാണ്. ഈ പേര് പോലും വ്യത്യസ്തമായി കൊണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ മലയാള സിനിമ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായി പറയാൻ സാധിക്കും. കാരണം ഈ സമീപകാലത്ത് ഇറങ്ങിയ പല ചിത്രങ്ങളും അതിൻ്റെ പേര് പോലും എന്താ പറയുക പ്രേക്ഷകരായി കണ്ടു ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഈ പേരും അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി പറയാൻ റിയൽ ബേസ്ഡ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. സാധാരണ റിയൽ ബേസ്ഡ് സ്റ്റോറി ആകുമ്പോൾ അത് എത്രത്തോളം ഒരുവിധം വിജയിച്ചിട്ടുണ്ട് നമുക്കറിയാം. മഞ്ഞുമൽ ബോയ്സ് 2018 ആണെങ്കിലും ബാക്കി എല്ലാ ചിത്രങ്ങളൊക്കെ വിജയിച്ച് പോയിട്ടുണ്ട്. അത് ചിലത് മാത്രമാണ് പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ. അതൊരു കോമഡി ലെവലിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ പരാജയം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പേരും അതുപോലെ തന്നെ ഈ റിയൽ ബേസ്ഡ് സ്റ്റോറിക്ക് ഒത്തുചേർന്ന് ചിത്രം എത്രമാത്രം വിജയിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകർ എത്രമാത്രം കണ്ടാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ പേര് ഗർ എന്നാണ് നമ്മുടെ പേര്. ഇതിൻ്റെ ഡയറക്ഷൻ തിരക്കുകയും ചെയ്തത് JK ആണ്. അദ്ദേഹത്തിൻ്റെ 2ാം ചിത്രമാണ്. ഓഗസ്റ്റ് സിനിമാസാണ് ഇതിൻ്റെ വിതരണാവകാശം. പ്രൊഡക്ഷൻ ചെയ്തത് സാജി നടേശനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശ് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, ശ്രുതി രാമചന്ദ്രൻ, അനഘ, മഞ്ജു പിള്ളൈ, ശോഭി തിലകൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. രമേശ് പിഷാരടി തുടങ്ങിയവരും മറ്റൊരു കഥാപാത്രമായി ചെറിയ റോളൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ താരനിരയും എല്ലാം തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേരും ഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഹത്തിൻ്റെ കഥയാണ്. പണ്ട് ഞാൻ സിംഹത്തിൻ്റെ മടയിലേക്ക് പോയിരുന്നു, ഒരു ചായ കുടിക്കാൻ പറഞ്ഞിട്ടുള്ള പല കോമഡികളും ഇതിൽ തുടക്കം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കതിലോട്ടൊക്കെ പതിയെ തന്നെ വരാം. ഇത് സ്റ്റോറി എന്ന് പറയുമ്പോൾ റിയലായി നടന്ന സ്റ്റോറിയാണ്. ഇതിന് പ്രധാനമായും ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മദ്യപിച്ചൊരു യുവാവ് സിംഹത്തിൻ്റെ കൂടിലേക്ക് ചാടിയിരുന്നു. പിന്നീട് അവിടുത്തെ രക്ഷാപ്രവർത്തനം എല്ലാവരും കൂടി തന്നെ അതിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ അതിനെ ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനൊരു മൂവി പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള മൂവി അതിന് മാത്രമുണ്ടോ സ്റ്റോറി എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ചോദിച്ചതിനുമായിട്ട് തന്നെ ഇതിലോട്ട് തന്നെ വരാം. അതിനുമായിട്ടുള്ള എത്രമാത്രം അങ്ങനത്തെ സ്റ്റോറി പ്രേക്ഷകനെ കണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിച്ചതിലാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ തുടക്കം തന്നെ ട്രിവാൻഡ്രമാണ് തുടക്കം തന്നെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു ഒളിച്ചോട്ടം കാണിക്കുന്നു. ഒളിച്ചോട്ടം എന്തോ കാരണവശാൽ നടക്കുന്നില്ല. അതിനെ മനം തോന്നുന്ന യുവാവ് മദ്യപിച്ച് സിംഹകൂട്ടിലേക്ക് എടുത്ത് ചാടുന്നു. പിന്നീട് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് അതിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഒരു ദിവസത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് വലിയൊരു വിഷയമാക്കാൻ ഒരുപാട് പേർ വലിയ വിഷയമാക്കുന്നു. അതിൽ ചാനൽക്കാരെ മുതലെടുപ്പ്, അവിടുത്തെ ജീവനക്കാർ എങ്ങനെയാണ് അതിലേക്ക് ഇൻവോൾവ് ആവുക, കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ മദ്യപിച്ച് ചാടുന്ന അതായത് നമ്മുടെ കുഞ്ചാക്കോബനാണ്. നമുക്ക് ട്രെയിലിൽ തന്നെ വ്യക്തമാണ് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. റിജിമോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ചാടുന്നു ബോധമില്ലാതെ. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സുരാജ് അവിടുത്തെ ഒരു ഗാർഡനാണ്. അപ്പോൾ ആ വ്യക്തിയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയം കടന്നു പോകുന്നുണ്ട്, കുറച്ച് ഹീറോസും കുറച്ച് പ്രണയം കാര്യങ്ങളൊക്കെ. പ്രണയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റുള്ളൂ. കാരണം ഏകദേശം 7 മിനിറ്റും ആ പാട്ട് തന്നെയാണ്. കുറച്ച് ഞാൻ പാട്ടിലോട് കടക്കും തന്നെ വരെ പ്രണയം പാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കേൾക്കാൻ നല്ല വരികളാണെങ്കിൽ പോലും അതിൻ്റെ സോങ് പ്ലേസ്മെൻറ്റ് തുടക്കം തന്നെ പാളി പോട്ട് കണ്ടപ്പോൾ മനസ്സിലാവാൻ എനിക്കെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് റീലേക്ക് വരുന്നു. ഇദ്ദേഹം ചാടുന്നു. പിന്നെ രക്ഷപ്പെടുത്താനുള്ള കുറേ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഫാരി ഹോൾസിൻ്റെ കുറേ മണ്ടത്തരങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ എന്തിനോ വേണ്ടി എടുത്തു വെച്ച ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് തന്നെ പാളിപ്പോയ അവസ്ഥയും ഫസ്റ്റ് ഹാഫിൽ എവിടെയും ഒരു കോമഡി ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കോമഡി സിനിമയാണ് അല്ലെങ്കിൽ ആ സിംഹം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഭയം തോന്നണമല്ലോ. കാരണം ഇതിൽ ഈ 2 വ്യക്തികളും ഈ വ്യക്തി മദ്യപിച്ചിട്ടാണ് അതിലേക്ക് ചാടിയത്. അതുപോലെ തന്നെ മദ്യപിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ സിംഹം ഇതിൽ പിടിക്കുമോ ഇല്ലേ എന്നൊക്കെ ഒരു തോന്നൽ കാണുന്ന പ്രേക്ഷകർ കണ്ടിച്ചേരണം. അതിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഇതിലേക്ക് ഫസ്റ്റ് ഹാഫിൽ തരാൻ സാധിച്ചില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കാരണം വെച്ചാൽ പല സീൻസും പാളിപ്പോയ അവസ്ഥ തന്നെയായിരുന്നു. ഒരു പക്ഷേ ഇതിന് ഗ്രാഫിക്സ് വർക്കും ധാരാളം സിനിമ കാണുമ്പോൾ ഒരു ഒറിജിനൽ തോന്നിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഒറിജിനലായിട്ട് തോന്നുന്ന ഒരു സിംഹം എന്ന് പറയുന്നു. കാരണം രണ്ടും ഭാഗത്ത് നിന്നെടുത്ത ഷൂട്ട് തന്നെയാണ്. കാരണം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു. കാരണം ഒറിജിനലും ഒന്നും ബാറ്ററി ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫിക്സ് വർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയായിരുന്നു. പക്ഷേ അത് എഡിറ്റിങ്ങിലേക്കും സ്ക്രിപ്റ്റിലോട്ടും എത്തുമ്പോൾ വളരെ വൻ പോരായ്മ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. കാരണം കോമഡി ഒട്ടും വർക്കൗട്ട് അതിലെ സോങ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് അതുപോലെ BGM ബാൻഡ് കാര്യമായി പങ്കൊന്നും വയ്ക്കുക. പണ്ടത്തെ ഒരു നാടകത്തിൻ്റെ ഒരു ബാൻഡ് സ്കോറൊക്കെയാണ് ഇതിലിട്ട് കൊടുത്തുള്ളത്. ഡയലോഗൊക്കെ അരോചകമെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റോ പഴയ കാലഘട്ടത്തിലുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് ഇതിലോട്ട് പറഞ്ഞു പോകുന്നത്. എനിക്കൊന്ന് ഫസ്റ്റ് ലെവൽ കുഞ്ചാക്കോബൻ നന്നായി വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം മദ്യപിച്ചൊരു വ്യക്തി അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒരു തോന്നൽ വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ വെറുപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും സമീപകാലത്തായിട്ട് വരുമ്പോൾ. അപ്പോൾ സെക്കൻഡ് ഹാഫ് കടക്കുമ്പോൾ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം കുറച്ചുകൂടി കഠിനമാവുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി റൺസേവർ വരുന്നു. പിന്നെ രക്ഷപ്പെടുത്തുമ്പോൾ ഇല്ലേക്ക് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നു. പിന്നെ നമ്മുടെ തേച്ചപ്പെടുന്ന ആരാണ് അല്ലെങ്കിൽ അവൾ തിരിച്ചു വരുന്നു ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്.
അതുകൂടി കഴിഞ്ഞ് അങ്ങനെ രക്ഷപ്പെടുത്തില്ല എന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം ഇപ്പോൾ തീരുന്നു. എന്നിട്ടും തീരുന്നില്ല. എന്നിട്ടുണ്ട് അരമണിക്കൂർ വീണ്ടും ഒരു ഒട്ടും തന്നെ പണത്തെ ക്ലീശ ഡയലോഗും അതുപോലെ തന്നെ ആ സീൻസൊക്കെ വീണ്ടും കുത്തിക്കയറ്റുന്നു. കല്യാണം, നായകൻ ചെന്ന് നായകയുടെ അച്ഛൻ്റെ മുമ്പിലേക്ക് കുറച്ച് ഡയലോഗ് അടിക്കുന്നു, അത് കോമഡിക്ക് കളഞ്ഞു. അവസാനം ഒരു പാട്ടും ഒരു അലമ്പൊരു പാട്ടും വന്നു കൊണ്ട് തന്നെ അത്യാവശ്യം ശുഭം. അതിലേക്ക് സുരാജിൻ്റെ കുറച്ച് ഇമോഷണൽ സീൻസ് കടന്നു പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ അതുവരെ കുഞ്ചോക്കോനെ വെറുപ്പിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് ഏകദേശം ഒരു 30 മിനിറ്റും സുരാജിൻ്റെ കല്യാണം ആ വെറുപ്പിക്കൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അവസാനം ഈ ക്ലൈംസ് വീണ്ടും ട്രാക്കിലേക്ക് എത്തിയെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും കുറച്ച് ടെസ്റ്റ് കൊണ്ടുവരുന്നു. അത് പഠിക്ക് ചെന്ന് കലോടിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണും സെക്കൻഡ് ഹാഫിലോട്ടും തന്നെ ഒരു ഇൻഡായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം സമീപകാലത്ത് മലയാള സിനിമയിൽ ഞാൻ കണ്ടിൽ വെച്ച് ഏറ്റവും ഒരു വേസ്റ്റ് ഫിലിമായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒരു ഒട്ടും നമ്മൾ ഇത്ര പൈസ കൊടുത്തൊരു ചിത്രം കാണുമ്പോൾ ഒരു കോമഡി എൻ്റർടൈനർ നിലയ്ക്ക് തന്നെയാണ് അവരും പുറത്തു വന്നിട്ടുണ്ട്. കാരണം കോമഡി ഉണ്ട്. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരും കോമഡി തന്നെ അവിടെ അണിയറ പ്രവർത്തനത്തിൽ പറഞ്ഞിരുന്നു. കാരണം അവരിതാണ് പറഞ്ഞ് കുറേ പേടിക്കാം, കുറേ ചിരിക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ പേടിക്കില്ല, ചിരിപ്പിച്ചില്ല. കാരണം കരഞ്ഞു. കാരണം പൈസ പോയില്ലെന്ന് ഓർത്ത് കരഞ്ഞു. കാരണം സമയത്തിനും പൈസയ്ക്കും അതിൻ്റേതായ വില ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇമാതിരി ചിത്രങ്ങൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകരുടെ പൈസയ്ക്ക് നല്ലൊരു വില ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പൈസയ്ക്ക് നല്ലൊരു വില ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കത്തിനാണ് ഈ പ്രവർത്തകർ ആരാണെങ്കിലും അല്ലെങ്കിൽ ഈ ചിത്രങ്ങളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റേഷനൊക്കെ വളരെ പോരായ്മ തന്നെയാണ്. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ തിരക്കഥ വെരി വീക്ക് തന്നെയാണ്. കാരണം തിരക്കഥയാണ് പടത്തിനെ എവിടെയും എത്തിക്കാതെ വലിയ ഡബ്ബായി പോയത്. കാരണം ഒന്നാമത് ഇങ്ങനത്തെ സിറ്റുവേഷനിലുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞു പോകുന്നതിലോട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല. കണ്ട് മടുത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ സ്റ്റോറി ബേസ് സ്റ്റോറി തന്നെയാണ്. കാരണം ഇതൊരു ഷോർട്ട് ഫിലിമിനുള്ള സംഭവമുള്ളൂ. കാരണം ഈ പടം ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്തുള്ളെങ്കിൽ പോലും 1.5 മണിക്കൂർ ഒരു വർഷം കാണേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാണുന്ന പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ പ്രേക്ഷകർ കൂടെ ഇന്ന് കണ്ടപ്പോൾ എനിക്കും കിട്ടിയത്. കാരണം വെറും ഒരു ദുരന്തമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, റിവ്യൂ അല്ല, മൈ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഗർ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ റിവ്യൂ കണ്ടു നോക്കി തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബാക്കിയുള്ള ഉത്തരവാദിത്തം ഞാനായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ പുറത്ത് നമ്മൾ വീണ്ടും പുതിയ മൂവീസിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതിന് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.